അങ്ങനെ ഇത്തവണത്തെ ഓണത്തിന് ബോണസ് ഒന്നും കിട്ടാത്തതുണ്ട് വീട്ടിലെ കുറച്ച് ആക്രി കൊടുത്ത് ബോണസ് ആക്കാന്ന് കരുതി. ഞാൻ കുറച്ചു നാൾ കൊണ്ട് വിൽക്കാതെ കൂട്ടിവെച്ച ആക്രി ഇത്തവണത്തെ ഓണത്തിന് ഉപകാരപ്പെട്ടു. ഓണം ആയതുകൊണ്ട് വീട്ടിലെ കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. അമ്മയ്ക്കും എനിക്കും അച്ഛനും കൂടി ഒരു ഓണക്കോടി എടുക്കണം. ഇതെല്ലാം കൂടി എത്ര രൂപയ്ക്ക് വരുമെന്നറിയില്ല, എന്നാലും കൊടുത്തു നോക്കുമ്പോൾ അറിയാം. 5-6 വർഷം കൊണ്ട് ഇത് കൂട്ടി വെച്ചോണ്ട് എന്തൊക്കെ കാണുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. പണ്ട് വീഡിയോ വർക്കിന് ലൈറ്റ് ബോയ് ആയിട്ട് പോകുന്ന സമയത്ത് ആരോ മറന്നു വെച്ചിട്ട് പോയൊരു തൊപ്പിയാണ്. അതിപ്പോ എന്റെ കയ്യിലുമായി. അതേപോലെ തന്നെ പഴയ നമ്മുടെ ലാൻഡ് ഫോണും 10-15 വർഷം പഴക്കമുള്ള ഈ ലാൻഡ് ഫോൺ കണ്ടപ്പോൾ എന്റെ പഴയ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ എല്ലാം കൂടെ ഒതുക്കിയെടുത്തപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഇന്ന് രാവിലെ തന്നെ ബാക്കി പണി തുടങ്ങി. പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ആക്രിക്ക് കൊടുക്കാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കുമ്പോഴേ വിചാരിക്കും വേണ്ട, കൊടുക്കണ്ട, ഇതെന്തെങ്കിലും ആവശ്യപ്പെടും. അതേപോലെ ഇത്തവണയും ഞാൻ ചില സാധനങ്ങൾ മാറ്റിവെച്ചു. അങ്ങനെ ഇന്ന് മുഴുക്കെ ഞാൻ ഇതിന്റെ പിറകിലായിരുന്നു. എന്തായാലും ഓട്ടോയിൽ കയറ്റി ഇതവിടെ എത്തിക്കുമ്പോൾ അറിയാം എത്രയായിരിക്കും കിട്ടുന്നതെന്ന്. എനിക്ക് പണ്ട് തൊട്ടേ ആക്രി കൊടുത്ത് പൈസ മേടിക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സ് തോന്നും. എന്തായാലും ഞാനിന്ന് നല്ലപോലെ കഷ്ടപ്പെട്ടു. അതിനുള്ളത് എന്തായാലും കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ കടയിലെത്തി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഇറക്കാൻ കുറച്ച് പ്രായമുള്ള അമ്മമാരാണ്. അപ്പൊ ഞാനും കൂടെ കണ്ടോണ്ട് നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനും കൂടെ കൂടി. അങ്ങനെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പറക്കി എടുത്ത് വെയിറ്റ് നോക്കി. പണ്ട് എക്സാമിന് റിസൾട്ട് വരുമ്പോഴുള്ള ടെൻഷനാണ് ഇപ്പൊ സാധനം തൂക്കിക്കെട്ടി എഴുതി കൂട്ടി ആ എമൗണ്ട് എത്രയെന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അവസാനം അതിന്റെ ഫലം കണ്ടു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് 3332 രൂപയാണ്.